നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു മിറാക്കിൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ മിറാക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻജോയ് ദ റീഡിങ്. പലരും ചോദിക്കാറുണ്ട് മെസ്സേജസിൽ കൂടെ, എനിക്ക് പല വീഡിയോസും ഇടുന്നുണ്ട്, ഇത് എനിക്കാണോ എന്ന് എങ്ങനെ അറിയുന്നു? അപ്പം ഞാൻ പറയാനുള്ളത്, ഇപ്പം തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഈ വീഡിയോ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ എൻ്റെ പല വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിലെ ഹോം പേജിലും ഒക്കെ കാണാം. അപ്പം ചില ഞാൻ പറയുന്നത് എൻ്റെ മാത്രമല്ല, ഏത് റീഡിംഗ് ആയാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ഹോം പേജിൽ കാണും, നമ്മളെല്ലാം പോയി ക്ലിക്ക് ചെയ്ത് കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ ചാറ്റല്ല, വേറെ പല വീഡിയോസും ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഒന്ന് കാണാം, ഇതെനിക്ക് എന്തോ കാണാൻ തോന്നുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുവാണെങ്കിൽ അത് കാണാം. ബിക്കോസ് അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആയിരിക്കും അത്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പം ചിലവർ എൻ്റെ പേജിൽ വന്നിട്ട് എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ പല വീഡിയോസും ഇതിലേത് കാണണം, ഇത് ആർക്ക് വേണ്ടിയാ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പല വീഡിയോസും ഉണ്ട്, ചിലത് നമുക്ക് തോന്നും ഇത് എനിക്ക് വേണ്ടിയുള്ളതാണല്ലോ, ഇത് നോക്കാമല്ലോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ, അങ്ങനെ ഒരു തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിയാലും ഞാൻ പറയുന്ന പല കാര്യങ്ങളും, ഓക്കെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ. നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇത് എൻ്റെ ലൈഫുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ റെസൊനേറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, എന്തോ ആണെങ്കിലും ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, അത്രേ ഉള്ളൂ. റീഡിംഗ് കാണുക, ഇത് എനിക്കുള്ളതാണോ അല്ലെങ്കിൽ എനിക്കുള്ള റീഡിംഗ് ആണോ എന്നറിയാൻ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചാൽ മതി. ഓക്കെ, സോ റീഡിംഗിലേക്ക് പോകാം. ഓക്കെ, ദ ഹെർമിറ്റ്. ഇവിടെ എനിക്ക് നിങ്ങളുടെ പേര് ഓ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓ, ഓക്കെ, ഒരു സിമ്പിൾ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു ലൈഫിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പുതിയ വാതിൽ തുറക്കപ്പെടുന്നു. ഓക്കെ, സോ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഇഞ്ചേർഡ് ആയിട്ടാണ് കാണുന്നത്. അതൊരു ഫിസിക്കൽ ഇഞ്ചുറി തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ മനസ്സിനൊരു ഇഞ്ചുറി പറ്റിയ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്തോ ഒരു ഹേർട്ടാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഹേർട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഹീൽ ചെയ്യാൻ ഒരാൾ വരും എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സ് ആണ്, ഏഞ്ചൽസ് ആയിരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു വരും ഹീൽ ചെയ്യാനുള്ള. ഓക്കെ, ഒരു പേഴ്സൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളെ ഹീൽ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് തരുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിലില്ല. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഡെയിലി ഇപ്പോൾ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതാണെങ്കിൽ ഡെയിലി ജോലിക്ക് പോവുക, കോളേജിൽ പോവുക, തിരിച്ചു വരും, ഒരേ രീതിയിൽ എല്ലാ ദിവസവും ഒരേ രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എനർജി, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മൂവ്മെന്റ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം ഒരു ജോലി തന്നെ, നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണെങ്കിൽ ഡെയിലി നിങ്ങൾ എന്താ പറയുക, ഒരു വെള്ളം ഫ്ലോ ചെയ്യുന്ന പോലെ, വാട്ടർ ഫ്ലോ ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ് ഹാപ്പി ആയിട്ട് പോയി ഭയങ്കര ഒരു ഫ്ലോ കാണും അതിന്. അതല്ല, ഒരു ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ എപ്പോഴും രാവിലെ എണീക്കുമ്പോഴേ തന്നെ നിങ്ങൾക്ക് പോകാനൊരു മൂഡ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് പോയി വന്ന് അങ്ങനെ ഒരു ഫീൽ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ അതിൽ നിന്നൊക്കെ മാറും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് പല കാര്യങ്ങളും തന്ന് നിങ്ങളുടെ ഒരു എനർജി നിങ്ങളുടെ ലൈഫ് ഒന്ന് മൂവ്മെന്റിലേക്ക് വരുത്തും. ഓക്കെ, ഓക്കെ, 6 ഓഫ് ഫോൺസ് റിവേഴ്സ്ഡ്. സി ഇവിടെ യൂണിവേഴ്സ്, നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്, എന്താ ഞാൻ ഇത്രയും ഹേർട്ട്, എന്നെ എന്തിനാ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ്? ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹേർട്ട് തരുന്നത് നിങ്ങളെ എന്താ പറയുക, അവിടെ തന്നെ ഇരുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണലി നിങ്ങളെ ഡൗൺ ആക്കി നിങ്ങൾ ഒരിക്കലും ഉയർത്താതിരിക്കാനല്ല. നിങ്ങൾ പല മിസ്റ്റേക്സും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെൽഫ് റിഫ്ലക്ട് ചെയ്യണം. എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു? ഫോർ എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹേർട്ട് ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നിങ്ങൾ ബ്രേക്കപ്പ് ആയ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി? നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ എന്താണ് ഞാൻ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയ അബദ്ധം? ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ ആ വ്യക്തിയുടെ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത്, നോ എന്ന് പറയാതെ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അതിപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്ന, അങ്ങനെ ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾ ആണ് ഗൈസ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എന്തോ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിഫ്ലക്ട് ചെയ്യണം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതിനു വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, സെൽഫ് റിഫ്ലക്ട് ചെയ്യുക, അല്ലാതെ അത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ സെൽഫായിട്ട് റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു 2-3 മെസ്സേജസ് കിട്ടി. ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മിറാക്കിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഈഡൻ ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ്. എപ്പോഴും ഞാൻ കാർഡിലൊക്കെ കൂടുതലും പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്നാ സംഭവിക്കുന്നത്, അവരുടെ ലൈഫിൽ ഇത് എന്നാ സംഭവിക്കുന്നതെന്ന്. സി
ഞാനൊരു കാര്യം പറയട്ടെ, യൂണിവേഴ്സൽ ആൻഡ് ഏഞ്ചൽസിന് ടൈം ഇല്ല, ക്ലോക്ക് ഇല്ല, കലണ്ടർ ഒന്നും ഇല്ല. ഓക്കെ, അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, നമ്മുടെ കൂടെ ലൈഫിൽ ഗൈഡ് ചെയ്യാനും എല്ലാം കാണും. ഓക്കെ, നമ്മുടെ ഒരു ഇതനുസരിച്ചിരിക്കും എപ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു. ഓക്കെ, അവര് ഗൈഡൻസ് തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ വരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പം ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എനർജിയാണ്, നിങ്ങൾക്ക് തന്നെ ഒരു ബോർഡമാണ്. സി, അതിന് അവര് ഗൈഡൻസ് തരും. ഈ ടാരറ്റ് റീഡിങ്ങിൽ കൂടെ ഗൈഡൻസ് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടെ ഗൈഡൻസ് തരും. നിങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഗൈഡൻസ് തരുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഞാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, എണീറ്റ് നിങ്ങളുടെ പല റീഡിങ്സിലും ഞാൻ ഫൈനലായിട്ട് ഒരു മെസ്സേജ് തരുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഞാൻ തരുന്നുണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആകുക, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. സി, നിങ്ങളിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഹൗക്കം നിങ്ങൾ അതിന് റിവാർഡ് കിട്ടുന്നത് എങ്ങനെയാ? നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി പോകുന്ന, ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണും, പിന്നെ ഓക്കെ ഞാൻ നാളെ തൊട്ട് ചെയ്യാന്ന് വിചാരിക്കും, എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാന്ന് വിചാരിക്കും, നിങ്ങൾ ചെയ്യില്ല, പിന്നെയും നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ അതെങ്ങനെയാ? യൂണിവേഴ്സ് ഏഞ്ചൽസ് എങ്ങനെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്നത്? അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞ പോലെ പല ടാരറ്റ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമോ, നിങ്ങൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ദ വേ യു ലുക്ക് അറ്റ് ദ ലൈഫ് അത് മാറ്റിയാലേ യൂണിവേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിനൊന്നും ഒരു സ്പെസിഫിക് ടൈം ഇല്ല. ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി തരുവാണ്. എല്ലാവരും കൂടുതൽ പേരും ചോദിക്കുന്നത് എന്നാ വരുന്നത്, എന്നാ അത് ചെയ്യുന്നത്, ഈ മെസ്സേജ് എന്നാ എനിക്ക് റെസനേറ്റ് ആയി വരുന്നത് എന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, എന്തായാലും റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് എന്തോ കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് അത് തരുന്നതോടെ എന്തോ ലൈഫിൽ നിങ്ങൾ എന്തോ ഒരു ക്ലാരിറ്റി കിട്ടാത്ത എന്തോ ഒരു സംഭവം നിങ്ങളുടെ ഒരു ലൈഫിൽ ഉണ്ടായിരുന്നു, അതിന് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകും. ഓക്കെ, ഇപ്പോഴും ഞാൻ കാണുന്നത് ഒരു പോസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പോസ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പഠിത്തം എല്ലാം ഒരു പോസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മൂവ്മെന്റ് കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇത്. നെക്സ്റ്റ് കാർഡ് എടുക്കാം. 9 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്ഡ്. ഇവിടെ എനിക്കൊരു വിമൺ എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഈ വിമൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെന്റർ ആകാം. എന്ത് രീതിയിലും ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു വിമൺ ഉണ്ടായിരുന്നു. ഓക്കെ, അവരുമായിട്ട് നിങ്ങളിപ്പം വിമൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ വരെ ആകാം. ഓക്കെ, സോ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്, പാസ്റ്റിൽ നല്ല റിലേഷൻഷിപ്പായിട്ട് പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് ആരോ നിങ്ങളുടെ ഇടയിൽ വന്നു, എന്തോ ഒരു സിറ്റുവേഷനോ ആരോ ഒരു പേഴ്സണോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഇടയിൽ വന്നിട്ട് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിൽ, ഓക്കെ, റിലേഷൻഷിപ്പ് ഞാൻ പറയുന്നത് ലവ് അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ലവ് മാത്രമല്ല, എന്തൊരു ബന്ധവും നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി കാണും. ഓക്കെ, അപ്പം അത് അവരുമായിട്ടുള്ള ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തോ തകരാറ് വന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പം വലിയ ആ ഒരു പണ്ടത്തെ ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പം എനിക്ക് ഇവിടെ കാണുന്നത് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ മാറ്റി നിർത്തുക, നിങ്ങളുടെ ആ വിമന്റെയും ഇടയ്ക്ക് വന്ന ഒരു വ്യക്തിനെ. ഓക്കെ, വ്യക്തി എന്ന് ഇവിടെ സ്പെസിഫിക് കാണുന്നില്ല, ഒരു സിറ്റുവേഷനും ആകാം. ഓക്കെ, ഓക്കെ, അതെങ്ങനെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ ഇഷ്ടമുള്ള വുമണുമായിട്ട് നല്ല രീതിയിലൊരു ബോണ്ട് ഉണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റിലേഷനിലോട്ട് പോകുന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അമ്മയുമായിട്ട് നല്ല ബന്ധം, എല്ലാവർക്കും അമ്മമാരായിട്ട് ബന്ധം ഉണ്ടാകും. ഓക്കെ, നല്ല രീതിയിൽ നല്ല ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ജോബിനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഒരാളെ കല്യാണം കഴിക്കുകയോ ചെയ്യും, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങ് ഒരു സിറ്റുവേഷൻ ഒരു പേഴ്സൺ കാണാൻ ബന്ധം അങ്ങ് ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ വേറൊരാളെ മാരി ചെയ്തിട്ടാണ് ഈ പ്രശ്നമാണെങ്കിൽ അയാളെ വിടണം എന്നല്ല, പക്ഷെ അയാളെയും കൂടെ ഒന്ന് മാറ്റി നിർത്തി ഇവരെയും കൂടെ ഒന്ന് അമ്മയും കൂടെ ഒന്ന് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ മദറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റുമെങ്കിൽ അത് വിട്ട് കളയുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. അമ്മ തന്നെ ആവണമെന്നില്ല, വേറെ പലരും ഒരു വിമൻ പക്ഷേ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന ആ വ്യക്തി കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ശരിക്കും ഹാപ്പി അല്ല അവരുമായിട്ട്. പിന്നെ നിങ്ങളങ്ങ് എന്താ പറയുക ലൈഫ് എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് പോകുന്ന പോലെയാണ് കാണുന്നത്. ഒരു വ്യക്തി വന്ന് നിങ്ങളെ ഒരുപാട് മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിലോട്ട് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും
നിങ്ങൾക്ക് ഈ വ്യക്തി എന്നെ വിട്ടുപോയാൽ എന്ത് ചെയ്യും, ഞാൻ ഇനി എങ്ങനെ എങ്ങനെ ജീവിക്കും, ഇങ്ങനെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വേറെ എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഒരു ലൈഫിന് വേറൊരു പേഴ്സ്പെക്റ്റീവ് കൂടെ നോക്കുക. ഈ വ്യക്തി ഇല്ലാതെ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടെ നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത്, ഞാൻ ഈ വ്യക്തി ഇല്ലാതെ വേറെ ആൾക്കാരും ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. എവിടെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ബിക്കോസ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ ഈ വിമണിനെ പറ്റിയല്ല പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവില്ല. ഈ വിമണിനെ പറ്റിയല്ല പറയുന്നത്. ഒരു ഒരു എന്തോ ഒരു വ്യക്തി ഇവിടെ ഇടക്ക് വന്ന് എന്തൊക്കെയോ കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ആ വ്യക്തിയിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് വെക്കണമെന്നില്ല, ഒരു കോണ്ടാക്റ്റിൽ നിന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്മെന്റ് കുറയ്ക്കുക. അതാണ് എനിക്കിവിടെ കാണുന്നത്. ദ സ്റ്റാർ റിവേഴ്സ്ഡ്. ഓക്കെ, സി, നിങ്ങളുടെ ലൈഫിൽ ഒരു പീസ് വരുന്ന മൂമെന്റ് വരുന്ന, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ പലരും ബിട്രേ ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഏരിയയിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൊളീഗ്സിനിടയിൽ നിങ്ങളെ അങ്ങനെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനിടയിൽ അക്സെപ്റ്റ് ചെയ്യാതൊക്കെ തോന്നുന്നുണ്ടാകാം. ബിട്രേയൽ, അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളായിട്ട് നിങ്ങൾ ഹേർട്ടായിരിക്കും. പക്ഷേ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഒരു വ്യക്തി നിങ്ങളിങ്ങനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. സ്നേഹവും കാര്യങ്ങളും ഒക്കെ, മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ആണെങ്കിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ. ഇപ്പൊ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചുമ്മാ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കിട്ടാത്തപ്പോൾ നിങ്ങൾ ഹേർട്ട് ആകുവാണ്, പിന്നെയും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഇനി വേണോ, ഇനി ഇങ്ങനെ ഞാൻ സ്നേഹിക്കണോ, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ ഓക്കെ സോ ഫോർ ഓഫ് വാൺസ്. സോ എനിക്കിവിടെ കാണുന്നത്, നിങ്ങളൊരു ഒരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരും എന്നൊക്കെയാണ് കാണുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പല വ്യൂവേഴ്സും ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ ഞാൻ അറിയാലോ, ഒരുപാട് വലുതായിട്ട് ആഗ്രഹിച്ചത് വരാൻ വേണ്ടി കിട്ടുന്ന ഒരു എനർജിയാണ്. ഓക്കെ, എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, ഇതെനിക്ക് കിട്ടത്തൊന്നും ഇല്ലായിരിക്കും, ഞാൻ ചുമ്മാ ഇത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കും, യൂണിവേഴ്സ് അതെനിക്ക് തരത്തില്ല എന്നൊരിക്കലും ചെയ്യല്ല. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഡേ ഡ്രീം ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ജോലി കിട്ടുന്നത്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഡേ ഡ്രീം ചെയ്യുന്ന ഒരു ജോലി കിട്ടിയ എന്തായിരിക്കും, അങ്ങനെ ഒരു പോസിറ്റീവ് ഉറപ്പാണ് എനിക്ക് കിട്ടുമെന്നൊരു വിശ്വാസവും വേണം. ഓക്കെ, എന്നാലേ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി വർക്ക് ആകത്തുള്ളൂ കൂടുതലും. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു ചിന്തയിൽ നിൽക്കല്ലോ. ഓക്കെ, ആദ്യം നിങ്ങൾ ബിലീവ് ചെയ്യുക. ഓക്കെ, ഇത് കിട്ടും. ഓക്കെ, എന്നാലേ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഒരു ഡിസ്പിറേഷൻ ഉണ്ടാവില്ല. എപ്പോൾ കിട്ടും, എപ്പോൾ വരും, എപ്പോൾ കിട്ടും, ഇങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യൂണിവേഴ്സ് കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൊണ്ടുതരും. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പുതിയ മിറാക്കിൾസ് വരുന്നുണ്ട് ലൈഫിലോട്ട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും വരുന്നത്. അതൊക്കെ ഇതൊരു മിറാക്കിൾ ആണല്ലോ, എൻ്റെ ലൈഫിൽ എന്തൊക്കെ വിചാരിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഈ വിമൺ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് ആക്ഷൻ എടുത്ത്, നിങ്ങൾ കാര്യങ്ങൾ മാറ്റിയെടുത്ത് ഇവരുമായിട്ട് നിങ്ങൾ നല്ലൊരു ബന്ധം വീണ്ടും കീപ്പ് ചെയ്യും. ഓക്കെ, സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ പോസ് എല്ലാം പോകും, നിങ്ങൾ മൂവ്മെന്റ് വരും. ഇതൊക്കെയാണ്